ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലെങ്കിലും അതെങ്ങനെയാ? ഇവിടെ പണ്ടത്തെ രാജഭരണമല്ലേ, പൂർണിമ മഹാറാണിയുടെ ഭരണം. അവർ ഭരിക്കുമ്പോ എല്ലാം കേട്ട് അനുസരിക്കാൻ കുറച്ച് ദാസന്മാരായിട്ട് ബാക്കിയുള്ളവരും. എടോ, എന്താ ഇവിടെ? എന്തിനാ നിങ്ങൾ വഴക്ക് കൂടുന്നേ? ഐ എം സോറി മനു ചേച്ചി. അത് സാരമില്ല. ഞങ്ങൾക്ക് വേണ്ടി അക്ഷിത ഇത്രയൊക്കെ സംസാരിച്ചില്ലേ, അത് തന്നെ ധാരാളം. ഞങ്ങളാണ് ശരിക്കും അക്ഷിതയോട് സോറി പറയേണ്ടത്. ഒന്നും മനസ്സിൽ വെക്കരുത്. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി അക്ഷിത. താനിവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ പൂർണിമ ചേച്ചിയുടെ കാര്യം ഓർക്കായിരുന്നു. ചേച്ചി ജീവിക്കുന്നത് ആ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മാത്രം. പക്ഷേ ആ വീട്ടിലെ എത്ര പേര് പൂർണിമ ചേച്ചിയെ അതേ അളവിൽ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യരെല്ലാവരും ഒരു പരിധിവരെ സ്വാർത്ഥരാണ്. സ്വന്തം കാര്യം കഴിഞ്ഞേ മറ്റുള്ളവരെ കുറിച്ചൊരു ചിന്ത വരും. നമ്മളങ്ങനെ തന്നെയാ. എന്നാലും ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സഞ്ജയും ചേച്ചിയും വീണ്ടും ഒന്നിച്ചാം അത് ധ്വനിമോൾക്ക് വലിയ സന്തോഷവും. ചേച്ചിക്കും ഒരു നല്ല ലൈഫ് കിട്ടിയാനെ. അവർക്കിടയിൽ എന്താ സംഭവിച്ചതെന്നറിയാതെ നമുക്ക് അവരൊന്നിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതെ, പൂർണിമ ചേച്ചി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് സഞ്ജയോടൊന്ന് ചോദിച്ചാലോ? ചോദിച്ചു നോക്കാം. വേണ്ട, പൃഥ്വി എന്നോട് സംസാരിക്കണ്ട. തനിക്ക് എന്താ, എന്തിനാ എന്നോട് ദേഷ്യം? അതിന്റെ കാര്യം പൃഥ്വിക്ക് അറിയാലോ. ഈ നിന്റെ ഫ്രണ്ടിന്റെയും അവന്റെ അച്ഛന്റെയും മുന്നിലാ ഞാൻ അപമാനിതയായത്. ഓഫീസ് കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത് പൂർണിമ ചേച്ചിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പൃഥ്വി നിർത്ത്, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. സ്വന്തം ഭാര്യ ഒരാൾ അപമാനിക്കുമ്പോ അത് കേട്ടു നിന്ന് ആസ്വദിക്കുന്ന ഒരാളാണോ യഥാർത്ഥ ഭർത്താവ്? ഇതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്ന? ഓഹോ, തോന്നുന്നതോ? ഇന്ന് എനിക്ക് വേണ്ടി പൃഥ്വി ഒരു വാക്ക് ചേച്ചിയോട് സംസാരിച്ചോ? ഇല്ലല്ലോ. കമ്പനിയിലെ ചേച്ചിക്ക് മാത്രമല്ലല്ലോ, പൃഥ്വിക്കും അവകാശമുള്ളതല്ലേ. പിന്നെ എന്തിനാ അവരെല്ലാം ഒറ്റയ്ക്ക് അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നേ? ഇതിനെല്ലാം കാരണം പൃഥ്വി തന്നെയാ. പൃഥ്വിക്ക് എന്തെങ്കിലും വില ആ സ്ത്രീയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലേ ഇന്ന് എന്നെ ഇങ്ങനെ അപമാനിക്കില്ലായിരുന്നു. അശി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. കമ്പനി കാര്യങ്ങൾ നോക്കുന്നതും അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതും ചേച്ചിയാണ്. അതിൽ ഞാനോ അച്ഛനോ ചെറിയച്ഛനോ ആരും ഇടപെടാറില്ല. എന്തുകൊണ്ട് ഇടപെടുന്നില്ല? നിങ്ങൾക്കൊക്കെ അവര് പേടിയാണോ? അല്ലെങ്കിലും അതെങ്ങനെയാ? ഇവിടെ പണ്ടത്തെ രാജഭരണമല്ലേ, പൂർണിമ മഹാറാണിയുടെ ഭരണം. അവർ ഭരിക്കുമ്പോ എല്ലാം കേട്ട് അനുസരിക്കാൻ കുറച്ച് ദാസന്മാരായിട്ട് ബാക്കിയുള്ളവരും.
എടോ എന്താ ഇവിടെ എന്തിനാ നിങ്ങൾ വഴക്ക് കൂടുന്നേ? ഏയ് ഒന്നുമില്ല അമ്മേ, അമ്മ പൊയ്ക്കോ. അല്ല, ഏയ് കാര്യമുണ്ട്. എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റൂ. എന്താ? ഈ വീട്ടിൽ പൃഥ്വിക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? അതെന്താ നിനക്ക് അങ്ങനെ ഒരു സംശയം? ഇന്ദ്രപ്രസ്ഥത്തിലെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശികളിൽ ഒരാളാണ് പൃഥ്വി. ആണല്ലോ. പിന്നെ എന്തിനാ പൃഥ്വി പൂർണിമ ചേച്ചിയെ ഇങ്ങനെ പേടിക്കുന്നേ? ഓഫീസ് കാര്യങ്ങളില് അവരെ പോലെ തീരുമാനങ്ങള് പൃഥ്വിക്ക് എടുക്കാൻ പാടില്ലേ? അതിവൻ ചെയ്യത്തില്ലല്ലോ. ഇവൻ എന്നേക്കാൾ സ്നേഹം അവന്റെ ചേച്ചിയോടാ. അതാണെങ്കി പൂർണിമ നന്നായി മുതലെടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരുടെ തോന്നലുകൾ മാത്രമാണ്. അല്ല, ഇന്ന് എനിക്കുണ്ടായ നാണക്കേട് പൃഥ്വിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അതങ്ങനല്ല. ഞാൻ എന്താ പൃഥ്വി, എന്താ ഇവിളി പറയുന്നേ? അതമ്മ, ഇന്ന് അഷിയുടെ ഒരു ഫ്രണ്ടും അച്ഛനും പൂർണിമ ചേച്ചിയെ കാണാൻ വന്നു. അഷി പറഞ്ഞിട്ടും ചേച്ചി അവർക്ക് വർക്ക് കൊടുത്തില്ല. അതിന് ദേഷ്യം അവർക്ക്. അതെന്തു പണിയാ പൂർണിമ കാണിച്ചത്? അഷിത എന്റെ മരുമകളാണ്. അവൾക്കൊരു നാണക്കേട് ഉണ്ടാവുമെന്ന് പറഞ്ഞാ അത് എനിക്കും നാണക്കേട് തന്നെയാ. കണ്ടോ, അമ്മയ്ക്കിപ്പൊ തോന്നിയില്ലേ? ഇത്ര പോലും എന്റെ ഭർത്താവിന് തോന്നിയില്ല. അവരെന്നെ നാണം കെടുത്തിയപ്പോ പൃഥ്വി അങ്ങ് മിണ്ടാതെ നിന്നു. അതെന്താ പൃഥ്വി അങ്ങനെ ചെയ്തത്? നീ വേണ്ടേ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി സംസാരിക്കാൻ? അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ? കമ്പനി കാര്യങ്ങളിൽ ചേച്ചിയാണ് തീരുമാനം എടുക്കുന്നത്. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? ആ രീതികളൊക്കെ മാറണം. വിവാഹം കഴിഞ്ഞ ചാനലിലെ കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിക്കാമെന്നല്ലേ പൂർണിമ പറഞ്ഞോണ്ടിരുന്നത്. എന്നിട്ടിപ്പോ എന്താ അത് മറന്നുപോയോ? അവര് മറന്നെങ്കി ഓർമ്മിപ്പിച്ച് കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടത് പൃഥ്വിയാ. ഞാൻ ചേച്ചിയോട് സംസാരിക്കാം. എന്താ പോരെ? പോരാ. പൃഥ്വി ഉടനെ തന്നെ എല്ലാം സ്വയം ചെയ്തു തുടങ്ങണം. ഇനി ഇത്തരത്തിലൊരു അപമാനം എനിക്കുണ്ടാവരുത്. അതെ, ഇപ്പൊ ഇവള് പറഞ്ഞത് എന്റെയും കൂടി ആഗ്രഹമാ. ദേ, ആ ചാനല് നിന്റെ നിയന്ത്രണത്തിലാവണം. അതെ, ഇപ്പൊ ഇവർ ഈ പറഞ്ഞതിന് ഒപ്പം നിന്ന ചാനൽ എന്റെ കയ്യിലെത്തും. അങ്ങനെ ആയാൽ മേനോന്റെ മുന്നിൽ എനിക്കൊരു വാല്യൂ ഉണ്ടാവും. പൃഥ്വി എന്തേ ആലോചിക്കുന്നേ? അത് ചേച്ചിയുടെ സംസാരിക്കുന്നതിനെ കുറിച്ച് ഓർത്തതാ. ഹോ, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഭാഗ്യം. കഴിഞ്ഞതൊക്കെ താൻ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. എല്ലാം തന്റെ ഇഷ്ടം പോലെ ഉടനെ നടക്കും. അത് മതി.